നല്ല ടേസ്റ്റിലുള്ള അടിപൊളി ബിരിയാണി, നമ്മളുടെ മംഗലപ്പുരയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പ് ബിരിയാണി തിന്നാൻ പുതിയ വരുന്നുണ്ടോ? അതും നല്ലൊരു ആംബിയൻസിൽ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് കഴിക്കാൻ എങ്കിൽ പോന്നോളൂ ദമാമിലേക്ക്. ബിരിയാണി തിന്നാനാണ് ഞാൻ പോകുന്നത് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടത്തേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ദമാമിലും റിയാദിലുള്ളവർക്കൊക്കെ. എവിടെയാണ്? അതന്നെ മാൽബ്രസ് ബിരിയാണിയിലേക്ക്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ബിരിയാണി കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് ഞാനുണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണേ. അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാനായിട്ട് ഞാൻ റെസ്റ്റോറൻറ്റൊന്നും പോകാറില്ല. മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കൂട്ടത്തിൽ ബാക്കിയുണ്ട് കഴിക്കുക എന്നല്ലാണ്ട് ഞാൻ കഴിക്കാൻ നിൽക്കാറില്ല. പക്ഷെങ്കിൽ ഇതൊരു രക്ഷയില്ല. എല്ലാവരും ഇവിടുത്തെ അഭിപ്രായം പറഞ്ഞ് കേട്ടെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ദമാമിലേക്ക് പോകുന്ന വഴിയിലെ ഞാനൊരു കാഴ്ച കാണിച്ചേട്ടെ. ഇതാ ആരാംകോ സ്റ്റേഡിയം. ഇനി ഇവിടെ ഫുട്ബോളിൻ്റെ മാമാൻ കാണല്ലോ. അപ്പോൾ ഇതെപ്പം കാണുമ്പോൾ എൻ്റെ പുതിയപ്പോൾ കാണിച്ചു തരും കേട്ടോ. അതിനുശേഷം അവർ പുതിയ ഓഫീസ് മാറിയിട്ടുണ്ട്. ആ ബിൽഡിങ്ങാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ, ഈ ബറ്റായ ടവർ. ഇതും എൻ്റെ കാണിച്ച താത്തിയൊക്കെ ഐശുവിന് പെന്ന് കൊടുക്കണ്ട, പെൻസിൽ കൊടുക്ക ഐശുവിന്. ദമാമിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞപ്പം തന്നെ മക്കൾ പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത്. 10-25 മിനിറ്റ് ദമാമിൽ എത്താനല്ലോ. എന്നിരുന്നാലും ആ ഒരു സമയം വരെ അവർക്കുള്ള ഒരു ബോറടിയില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്കും ഗുണമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരതിൽ വരച്ച് ഓരോ സമയം പോക്കിക്കോളും. ഇത് ഏകദേശം വരുന്നത് റൗദ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ആയിട്ടാട്ടോ. അവിടെ കുറച്ച് ഫുഡ് സ്പോട്ട് ഉണ്ട്, അവിടെയാണ് ഈ മാൽബ്രസ് ബിരിയാണി വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് എന്നെപ്പോലൊക്കെ ഉള്ളവർക്ക്, കാരണം ഉച്ച സമയത്ത് മക്കളെയൊക്കെ കൊണ്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിന് ഇറങ്ങാൻ എന്നെ കൊണ്ട് കഴിയലില്ല. അപ്പോൾ അധികം ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ ഇപ്പോൾ 2-2:30 ഒക്കെ ആവും, പ്രത്യേകിച്ച് ദമാമിലൊക്കെ എത്തുകയാണെങ്കിൽ. അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് ചൂടാറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഇതാവുമ്പോൾ പ്രശ്നമില്ല. 11 മണി മുതൽ തുടങ്ങിയാൽ രാത്രി 1 മണി വരെ നല്ല ചൂടോടുള്ള ബിരിയാണി ഏത് സമയം പോയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. എന്നെപ്പോലുള്ളവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോയിട്ട് നല്ല ചൂടോടുള്ള ബിരിയാണി കഴിക്കാം. അവിടെ നിന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, രാത്രി ദമ്മ് പൊട്ടിച്ചിട്ടുള്ള ബിരിയാണി വരെ ഉണ്ട്, അതായത് പാതിരാത്രിക്ക് വരെ. അതുകൊണ്ട് 1 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് ചൂടോടുള്ള ബിരിയാണി കഴിക്കാമെന്നുള്ളത്. അപ്പോൾ രാത്രി ബിസിനസ്സുകാർക്കൊക്കെ രാത്രി ഷോപ്പൊക്കെ അടച്ചിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ രാത്രി വന്നിട്ട് നല്ല ചൂടോടുള്ള ബിരിയാണി കഴിക്കാം കേട്ടോ. ഇതാ നമ്മുടെ ലൊക്കേഷൻ എത്തി കേട്ടോ. ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നോക്ക്, നല്ലൊരു യുണീക്ക് സ്റ്റൈലല്ലേ. എനിക്കിത് കണ്ടപ്പോൾ ഹറമൈൻ റെയിൽവേ സ്റ്റേഷനിൽ പോയവരുണ്ടോ? ഹറമൈൻ ട്രെയിനില്ലേ ഇവിടുത്തെ, അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ബോർഡിംഗ് പാസ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടല്ലോ. അവിടെ പറഞ്ഞാലോ ഹൈ സ്റ്റാൻഡേർഡിലാണ് അവിടെ. അടുത്ത ഈ സീലിംഗ് വർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സ്റ്റൈലാണ്. ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ അതിന് ചെറിയ രീതിയിൽ അനുകരിച്ചതാണോ എന്നിങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ വെൽക്കമിങ് അതും നല്ല ഇഷ്ടമായി കേട്ടോ. സമയം 3:30 മണിയായിട്ടുണ്ടേ, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിട്ട് ഇരിക്കേണ്ടത്, കാരണം ഒരു 5-6 സീറ്റ് വേണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വെൽക്കം ജ്യൂസൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ അവർ സീറ്റ് ഒഴിന്നൊക്കെ നോക്കി നമ്മൾ അത്രയും നല്ല രീതിയിൽ കംഫർട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളും നല്ല കുട്ടികളായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി ചെല്ലുമ്പം തന്നെ ചിറാപുഞ്ചിയിലെ സോങ് കേട്ടോ പാടിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 90s 80s നല്ല അടിപൊളി ഹിറ്റ് സോങ്ങുകളുണ്ടല്ലോ, അതൊക്കെയായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ബിരിയാണി ഇലയിലാണ് കേട്ടോ വിളമ്പുക. അതിൻ്റെ കൂടെ ബിരിയാണീൻ്റെ കൂടെ ഉണ്ടാകുന്ന
നമ്മളുടെ ഉള്ളി മസാലയില്ലേ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, 2 തരം അച്ചാർ, ഒരു രക്ഷയില്ല കേട്ടോ. അതിലൊരു ഈത്തപ്പഴ അച്ചാറുണ്ട്, അടിപൊളി അത് കേട്ടോ. എന്തായാലും വല്ലാതെ ഇഷ്ടപ്പെട്ടുള്ളത്. ഈ ഇലയിൽ ആദ്യം വിളമ്പിയിട്ടുള്ളതില്ലേ അതാണ് കേട്ടോ ഈത്തപ്പഴ അച്ചാർ. നല്ല ടേസ്റ്റാണ് കേട്ടോ, രക്ഷയില്ല. പിന്നെ തൈര്, ഉള്ളി മസാല, പിന്നെ നാരങ്ങച്ചാർ. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ഇവിടെ ബീഫ് ഫ്രൈ, ചിക്കൻ 65, അതുപോലെ ബീഫ് ഡ്രൈ ഫ്രൈ, ചെമ്മീൻ മസാല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ചിക്കൻ 65 ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി നമ്മൾ ലഗോൺ ചിക്കന്, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, അങ്ങനെ 4 ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, 3 തരത്തിലുള്ള. അങ്ങനെ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണിയും ചിക്കൻ 65 ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി തിന്നാൻ തുടങ്ങട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ ലഗോൺ ചിക്കൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ കേട്ടോ ലഗോൺ ചിക്കൻ ബിരിയാണി, നല്ല ഉണ്ട് കേട്ടോ, അടിപൊളി, രക്ഷയില്ല. ഒന്ന് നോർമൽ ചിക്കൻ്റെക്കാട്ടും നല്ലത് ഇതായിരിക്കും. അത് ലഗോൺ ചിക്കൻ തന്നെ പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ ഇത് ബീഫ് ബിരിയാണി, അതും നല്ല വെന്ത് തനി കല്യാണ വീട്ടിലുള്ള ചോറന്നെ, ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ബീഫ് ബിരിയാണിയില്ല, നല്ല എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളുണ്ട് കണ്ടോ, എല്ലുള്ള പീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള പീസ് ബിരിയാണി കഴിക്കാൻ. പുറത്ത് നിന്ന് ബിരിയാണി കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ബിരിയാണി ട്രൈ ചെയ്യണം കേട്ടോ. ഏത് സമയത്തും എപ്പം വന്നാലും നല്ല ചൂടോടുള്ള ബിരിയാണി തിന്നാം. പിന്നെ നോർമലി മറ്റുള്ള റെസ്റ്റോറൻറ്റ് അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് പൈസ കൂടുതലാണ്. ബിരിയാണിക്ക് മാത്രമായിട്ടുള്ള ഷോപ്പല്ലേ, ഇത്തിരി പൈസയൊക്കെ വേണ്ടേ, ഇത്രയോ ഒതൻറ്റിക് സ്റ്റൈൽ അവർ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു റേറ്റും കാര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നാൽ മതി. പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കിട്ടുമെന്നുള്ളത് ഞാൻ ഉറപ്പുവരാം. എനിക്കിഷ്ടമായി. പൊതുവേ എനിക്ക് അത്ര വേഗമൊന്നും ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആളാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പിന്നെ എന്തെങ്കിലും ജ്യൂസ് വേണമല്ലോ, ഇതൊക്കെ ഒന്ന് ഇറക്കി കിട്ടണ്ടേ. അപ്പോൾ ജ്യൂസ് ഓർഡർ ചെയ്തു. മിൻറ്റും പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിൾ അത്ര പോരാ കേട്ടോ, ഞാനത് സജസ്റ്റ് ചെയ്യൂല. ലാസ്റ്റിൽ അവർ നല്ല പായസമൊക്കെ കൊണ്ടു തന്നു, സേമിയ പായസം നമുക്ക് കൊണ്ടു തന്നെ, അല്ലാത്ത ദിവസം വേറെ എന്താ കിട്ടുമെന്നറിയില്ല. അപ്പോൾ അതൊക്കെ കുടിച്ചു. എന്തായാലും നല്ല ഫുഡായിരുന്നു. നിങ്ങളെല്ലാവരും പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തട്ടെ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ.